ഇന്ന് ഫെബ്രുവരി 4 ലോക ക്യാൻസർ ഡേ. 2005 ഇൻ്റർനാഷണൽ യൂണിയൻ എഗൻസ്റ്റ് ക്യാൻസർ എന്ന സംഘടനയാണ് ഈ ക്യാൻസർ ഡേക്കുള്ള പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിക്കുന്നത്. ഹലോ എവരിവൺ, ഹിയർ യുവർ ഡോക്ടർ അബൂബക്കർ സിദ്ദീഖ്, യുനാനി ജനറൽ ഫിസിഷ്യൻ. Myself, Dr. Amrita Radhakrishnan, Chief Physiotherapist. ഈ ദിവസത്തിൽ ക്യാൻസറിനെ കുറിച്ചുള്ള അവബോധം ജനങ്ങളിൽ എത്തിക്കുകയും യഥാർത്ഥ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്ത ദിവസങ്ങൾ. ഒരുപാട് പദ്ധതികൾ ഈ സംഘടനയുടെ കീഴിലോ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കീഴിലൊക്കെ നടക്കാനോ. ക്യാൻസർ എന്ന് പറയുന്നത് ശരീരത്തിലുള്ള നമ്മുടെ സെൽസ്, കോശങ്ങൾ, അതിൻ്റെ അനിയന്ത്രിതമായ വളർച്ച കാരണം വളർന്നു പിടിക്കുന്ന ഒരു അസുഖമാണ്. ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ക്യാൻസർ എന്ന വാക്കുണ്ടാകുന്നത്. ഗ്രീക്ക് വേർഡിൽ കാർസിനോസിസ് എന്ന വേർഡിൽ നിന്നും, അതായത് ഞണ്ട നടക്കാൻ വരുന്ന ഒരു വാക്കിൽ നിന്നാണ് ക്യാൻസർ എന്ന വാക്ക് ഉണ്ടാകുന്നത്. 2 ടൈപ്പ് ഉണ്ട്, ഒന്ന് ബിനൈൻ, മറ്റൊന്ന് മാലിഗ്നൻ. ബിനൈൻ എന്ന് പറഞ്ഞാൽ പടർന്ന് പിടിക്കാത്തത്, മാലിഗ്നൻ എന്ന് പറഞ്ഞാൽ പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കും. അത് കാരണം ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, ഫോർത്ത് സ്റ്റേജ് ആയിട്ട് ഇങ്ങനെ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു അവയവത്തിന് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ദീർഘിച്ച് വരുന്ന ഒരവസ്ഥ. ലക്ഷണങ്ങളെ നാം മുന്നേ തന്നെ ഡോക്ടർമാരെ കണ്ടുകൊണ്ട് അതിൻ്റെ യഥാർത്ഥ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് മാരകമായ ക്യാൻസറിൻ്റെ വലിയ സ്റ്റേജിൽ നിന്ന് മാറാൻ സാധിക്കുമെന്നോ. ഇപ്പോൾ ഡോക്ടറെ, ഇതിൻ്റെ സിംറ്റമായിട്ട് പൊതുവെ പറയുന്ന ഒരു കാര്യമാണ് പെട്ടെന്ന് വെയിറ്റ് ലോസ് സംഭവിക്കാം. അതൊരു 5 to 8 kg പെട്ടെന്ന് തന്നെ സഡനായിട്ട് കുറച്ച് നേരം കണ്ടിട്ട്. മറ്റൊരു സിംറ്റം ഡോക്ടർക്ക് എന്തെങ്കിലും തോന്നുമ്പോൾ പോയി. പിന്നെ ഉണ്ടാവാറുള്ളത് സ്കിന്നിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്, അതേപോലെ എന്തെങ്കിലും ബ്ലീഡിങ്, അകാരണമായിട്ടുള്ള എന്തെങ്കിലും ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അതെല്ലാം ക്യാൻസറിന് കഴിവുള്ള ബ്ലീഡിങ് തന്നെ പലപ്പോഴും പൈൽസാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് പേഷ്യൻസ് അതിൻ്റെ മുൻ സ്കാനിങ്ങിലേക്ക് പോവുകയും. അപ്പോൾ ഡോക്ടർമാരോട് കൃത്യമായി ചർച്ച ചെയ്ത് മനസ്സിലാക്കിയിട്ട് എന്താണെന്ന്, ഇപ്പോൾ കോളൻ ക്യാൻസർ ഒക്കെ വന്നു കഴിഞ്ഞാൽ കൊളോസ്കോപ്പി പോലത്തെ ടെസ്റ്റുകളൊക്കെ ചെയ്ത് അത് കൺഫേം ചെയ്യണമെന്നുള്ളതാണ്. പക്ഷേ പൈൽസ്, ഡിസ്ഫില എന്നുള്ള അസുഖങ്ങൾക്ക് വേറെ രീതിയിലും ലക്ഷണങ്ങൾ കാണിക്കും. അതേപോലെ മറ്റൊരു കാരണമായ ശരീരത്തിൽ അവിടെ ഇവിടെ ഉണ്ടാകുന്ന മുഴകൾ, നമ്മൾ അധികവും നെഗ്ലക്ട് ചെയ്തിട്ടുള്ളൊരു കണ്ടീഷനാണ് ഈ ശരീരത്തിന് ഉണ്ടാകുന്ന മുഴകൾ. അപ്പോൾ അതും ക്യാൻസറിനുള്ള ഒരു കാരണമായിട്ടാണ്. അപ്പോൾ പൊതുവെ സ്ത്രീകൾക്കൊക്കെ ഓവേറിയൻ സിസ്റ്റ് വന്നതിന് ശേഷം ക്യാൻസറിലേക്ക് എത്തുകയും അതുപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസറിലേക്ക് എത്തുന്ന ഒരു അവസ്ഥ ഇന്ന് സ്ത്രീകളുടെ കേസിൽ ബ്രസ്റ്റ് ക്യാൻസർ ആണ് കോമൺ ആയിട്ടുള്ള ഒരു ക്യാൻസർ ആയിട്ടുള്ളത്. അതിൽ തന്നെ ഈ അസാധാരണമായിട്ടുള്ള എന്തെങ്കിലും ലങ്സ് ഒക്കെ ബ്രസ്റ്റ് റീജിയനിൽ കാണുവാണെങ്കിൽ നമ്മൾ അതിന് പ്രോപ്പറായിട്ടുള്ള ചെക്കപ്പ് ചെയ്യേണ്ടതാണ്. പിന്നെ പോസ്റ്റ് മെനോപോസ്റ്റൽ, അതായത് മെൻസ്ട്രേഷൻ നിന്നതിന് ശേഷമുള്ള, അതായത് ഒരു 40-50 വയസ്സുകൾക്ക് ശേഷമുള്ള ബ്ലീഡിങ്ങും നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റുന്നതല്ല, അതും ക്യാൻസറിലേക്കുള്ള ഒരു കാരണമാണ്. ഇതിൻ്റെ കാരണങ്ങൾ പലപ്പോഴും പുകവലിയും മദ്യപാനമൊക്കെ തന്നെയാണ്. എങ്കിലും യഥാർത്ഥ ഒരു കാരണം എന്ന് പറയുന്നത് ജീനിൽ വരുന്ന മ്യൂട്ടേഷൻ കാരണമായിട്ട്, ഈ ഫാക്ടറിയിൽ നിന്നൊക്കെയുള്ള പുക ശ്വസിച്ചത് കാരണമായിട്ട് എങ്ങനെ ക്യാൻസർ വരുന്ന അവസ്ഥകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ മദ്യപാനമൊക്കെ പോലെ തന്നെ ലിവറിൻ്റെ ക്യാൻസർ വരുന്ന അസുഖങ്ങൾ വരുന്നുണ്ടോ. ഇതേപോലെ തന്നെയാണ് രക്തത്തിൽ വരുന്ന ക്യാൻസർ, ബ്ലഡ് ക്യാൻസർ ഒക്കെ ലൂക്കീമിയ എന്നൊക്കെ വിളിക്കപ്പെടുന്നു. ഈ ഡോക്ടർക്ക് പോയാൽ മറ്റൊന്നുള്ളത് നട്ടലിന് വരുന്ന സ്പൈനൽ ട്യൂമേഴ്സ് ആണ്. ഈ സ്പൈനൽ ട്യൂമേഴ്സ് പ്രൈമറി ട്യൂമർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഈ പ്രൈമറി ട്യൂമർ സ്പ്രെഡായിട്ട് സെക്കൻഡറി ട്യൂമർ ആയിട്ട് ലങ് ക്യാൻസറിലേക്ക് പോകുന്നതായിട്ടും കാണാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കീമോതെറാപ്പി, സർജറി, ടാർഗറ്റ് തെറാപ്പി, റേഡിയേഷൻ തെറാപ്പി എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ റീഹാബിലിറ്റേഷനായിട്ട് എന്തെങ്കിലും മെഡിസിൻ സജസ്റ്റ് ചെയ്യണം. കീമോതെറാപ്പി കാരണം കീമോതെറാപ്പി ഇൻഡ്യൂസ്ഡ് പെരിഫറൽ ന്യൂറോപ്പതി എന്നുള്ളൊരു കണ്ടീഷൻ നമ്മൾ രോഗികളിൽ സാധാരണയായിട്ട് കണ്ടുവരാറുണ്ട്. പക്ഷേ നമ്മൾ ഫിസിയോതെറാപ്പി പാർട്ടിലേക്ക് വരുവാണെങ്കിൽ അധിക പേരും ഒരു ഫിസിയോതെറാപ്പി ട്രീറ്റ്മെന്റ് ചെയ്യാറില്ല പൊതുവെ ക്യാൻസർ. കാരണം ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇത്രയേ ഉള്ളൂ, ലൈഫ് ഇത്രയായി എന്നുള്ള രീതിയിൽ മെന്റലി ആൻഡ് ഫിസിക്കലി ഡൗൺ ആവുന്ന പേഷ്യൻസിനെയാണ് നമ്മൾ പൊതുവെ കാണാറുള്ളത്. പക്ഷേ ഫിസിയോതെറാപ്പിയിൽ ക്യാൻസർ റീഹാബിലിറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് തന്നെയാണ്. കാരണം ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കീമോതെറാപ്പി അണ്ടർഗോയിങ് ആണെങ്കിൽ രോഗിക്ക് മാനസികമായി ശാരീരികമായി ഉള്ള ബുദ്ധിമുട്ടിന്റെ കൂടെ ശരീരവേദന, അതിൻ്റെ കൂടെ മസിൽ തളർച്ച അല്ലെങ്കിൽ പേശികൾക്കുള്ള ശക്തിക്കുറവ്, പിന്നെ ഗേറ്റ് അബ്നോർമാലിറ്റീസ് എന്ന് വെച്ചാൽ നമ്മൾ നടക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ. ഗേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ നടക്കുന്നതിനാണ് ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പം ഗേറ്റിലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ബാലൻസ് ഇഷ്യൂസ്, ബാലൻസിനാണ് പ്രധാനമായിട്ടും പ്രശ്നം ഉണ്ടാകുന്നത്.
അപ്പം നമ്മൾ ചെയ്യാറുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വീക്ക് ആയിട്ടുള്ള മസിൽസിന് ശക്തി കൂട്ടാനുള്ള എക്സസൈസസ് ഇവരുടെ ലൈഫിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ക്യാൻസർ റീഹാബിലിറ്റേഷന്റെ പാർട്ടായിട്ട് എക്സസൈസസ് ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് അഡ്വൈസ് ചെയ്യുന്ന എക്സസൈസസ് ഡെയിലി ലൈഫിന്റെ പാർട്ടാക്കി ചെയ്തുകൊണ്ട് ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലൈഫിലേക്ക് കറക്റ്റായിട്ട് ഒരു രോഗി പോവേണ്ടതാണ്. അപ്പോൾ ഈ ക്യാൻസർ വന്നൊരു പേഷ്യന്റിന് നമ്മൾ കറക്റ്റായിട്ട് ഒരു മാനസിക ഒരു മെന്റലി ആയിട്ടുള്ള ക്ലാസ്സുകൾ കൊടുക്കുകയും ഇതേപോലെ ചെറിയ ചെറിയ എക്സസൈസുകൾ കൊടുക്കുമ്പോഴും അവർ ആ അസുഖത്തിലൂടെ കടന്നു പോകുമ്പോഴും അവർക്ക് നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതെ, അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു ക്യാൻസർ ഡേയിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് തരാനുള്ള ഒരു സന്ദേശം. താങ്ക് യു. താങ്ക് യു.